Welcome to Super Prime Time Live Show 3 in 1, powered by Time Express Cargo and Talrop. Gift sponsored by Majlis Restaurant, Green Olive Beauty Salon, Dubai Crocodile Park and special gift from Ujjala. അങ്ങനെ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇന്ന് മൺഡേ ആണ്, ഒരാഴ്ചയുടെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. നമ്മുടെ ഷോയുടെ ഈ വീക്കിലെ ഷോയുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. സോ വെൽക്കം ബാക്ക് വിത്ത് എ ബാങ്. പക്ഷേ ഇന്നത്തെ ഷോ തുടങ്ങുമ്പോഴത്തേക്കും എനിക്ക് ചെറിയൊരു ദുഃഖവാർത്തയോടെ തുടങ്ങേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഫേമസ് മൂവി മേക്കർ മിസ്റ്റർ ഹരികുമാർ നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. സോ ഹീ ഈസ് 68. അപ്പോൾ നമുക്ക് ഇപ്പോൾ വളരെ കോമൺ ആയി കാണുന്ന ഒരു റീസണാണ് ക്യാൻസർ. സോ ഹീസ് എ ഫൈറ്റർ. അപ്പം എന്താ പറയുക, ഒരുപാട് ഫൈറ്റ് ചെയ്തതിന് ശേഷം ഹി ഹാഡ് ടു ഗിവ് അപ്പ്. സോ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപാട് നല്ല സിനിമകളിൽ എടുത്തിട്ടുള്ളതാണ്, ലൈക്ക് സുഹൃതം, സ്വയംവര പന്തൽ, എഴുന്നള്ളത്ത്. സോ ഇനി ഇദ്ദേഹത്തിൻ്റെ മൂവീസിലൂടെ നമുക്ക് ഇദ്ദേഹത്തെ ഇനി സ്മരിക്കാം. ഇനി ക്യാൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരുപാട് ന്യൂസ് അടുത്തിടെ കേൾക്കുന്നുണ്ട്. ഒരുപാട് ഫുഡ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മസാല പൗഡേഴ്സൊക്കെ ഇപ്പോൾ പല എന്താ പറയുക പെസ്റ്റിസൈഡ്സും അങ്ങനത്തെ ഓൾട്രേറ്റഡ് ആയിട്ടാണ് അവൈലബിൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സോ ഇതൊക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ കൺട്രോളിലല്ല അല്ലേ. പക്ഷേ കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ലൈക്ക് നമുക്ക് പറ്റുന്നത് പോലെ നമ്മുടെ വീട്ടിൽ തന്നെ അടുത്ത് കൊണ്ടുപോയി അവിടെ പൗഡർ ചെയ്ത് മില്ലിൽ പൗഡർ ചെയ്ത് കൊണ്ടുവന്നൊക്കെ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ ഈ ബിസി ലൈഫിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. പിന്നെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത്, ഒന്ന് സ്മോക്കിംഗ്, നെക്സ്റ്റ് ആൽക്കഹോൾ ഡ്രിങ്കിങ്. നമ്മൾ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ആൽക്കഹോൾ ഇനി ചിലപ്പോൾ ഒരു പെഗ് എങ്ങാനും എടുത്താൽ ഇറ്റ്സ് സേഫ് ഡ്രിങ്കിങ്. ബട്ട് ലെറ്റ് മീ ടെൽ യു, ഇപ്പോൾ പുതിയ റിസർച്ചിൽ പറഞ്ഞിരിക്കുകയാണ് ദർ ഈസ് നോ സേഫ് ലെവൽ ഓർ സേഫ് ഡ്രിങ്കിങ് വെൻ ഇറ്റ് കംസ് ടു ആൽക്കഹോൾ. എത്ര തന്നെ കുറവാണെങ്കിലും അത് ടോക്സിക് ആണ്, കാർസിനോജനിക് ആണ്. അപ് ടു 7 ടൈപ്സ് ഓഫ് ക്യാൻസർ നിങ്ങൾക്ക് വന്നേക്കാം. ആ പറയുമ്പോൾ നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്താ ഒരു ശബ്ദം, കിളി ശബ്ദം. Can you hear me? യെസ്. ഓക്കെ, ആരാ സംസാരിക്കുന്നത്? അമ്പിളി. അമ്പിളി, വെൽക്കം ടു 3 in 1 അമ്പിളി. താങ്ക് യു. ഓക്കെ, അമ്പിളി എവിടുന്നാണ് വിളിക്കുന്നത്? ഷാർജ. ഷാർജ. ഫസ്റ്റ് ടൈം ആണോ 3 in 1 വിളിക്കുന്നത്? അതെ. ആഹാ, അപ്പൊ ഗ്രാൻഡ് വെൽക്കം. എന്നെ കൂടെ സ്ഥിരമായിട്ട് വിളിക്കണം കേട്ടോ. ഷുവർ. അമ്പിളി കാണാറുണ്ടോ പ്രോഗ്രാം? സ്ഥിരമായിട്ട് കാണാറില്ല. ഇടയ്ക്ക്. ഓക്കെ, നോ പ്രോബ്ലം. എന്ത് ചെയ്യുന്നു അമ്പിളി? വർക്ക് ചെയ്യാണോ, ഹൗസ് വൈഫ് ആണോ? എന്താ? ടീച്ചറാണ്. ടീച്ചറാണ്. ഏത് സ്കൂളിലാ വർക്ക് ചെയ്യുന്നത്? എമിറേറ്റ്സ് നാഷണൽ സ്കൂൾ, ഷാർജ. ഓക്കെ, ഏതാ സബ്ജക്ട്? മാത്സ്. മൈ ഗോഡ്, ഇപ്പൊ കണക്കുകളൊന്നും തെറ്റാറില്ല അല്ലേ? അപ്പൊ ഇന്നത്തെ കണക്കുകളും അടിപൊളിയായി പോട്ടെ. ഓക്കെ, കൂടെ ആരൊക്കെയുണ്ട് അമ്പിളി? ഹസ്ബൻഡ് ഉണ്ട് വീട്ടില്. ഇപ്പൊ ഹെൽപ്പ് ചെയ്യാന് എൻ്റെ ടോണി, എൻ്റെ ശബ്ദത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു വിസിൽ ഇല്ല. ഓക്കെ അല്ലേ? ആ, ഓക്കെ ഓക്കെ. അപ്പൊ അമ്പിളി, അപ്പൊ കൂടെ ഇപ്പൊ ഹസ്ബൻഡ് ഉണ്ടോ ഹെൽപ്പ് ചെയ്യാൻ? ഹസ്ബൻഡ് ഉണ്ട് കൂടെ. ഉണ്ട് അല്ലേ? ഓക്കെ ഫൈൻ. നിങ്ങളുടെ നാട്ടിലെവിടെയാ? ഞങ്ങൾ എറണാകുളം. ഓക്കെ ഗുഡ്. പിന്നെ മക്കളുണ്ടോ? മക്കള് 2 പേര് നാട്ടിൽ പഠിക്കുന്നു. ആഹാ, അപ്പൊ ഇവിടെ ഹണിമൂണാണ് രണ്ടുപേരും കൂടെ. ഇപ്പൊ പിള്ളേര് പോയതേ ഉള്ളൂ പഠിക്കാൻ. അത് ശരി. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹലോ. ഒരു മിനിറ്റ്. ആ, നമുക്കൊരു ചെറിയൊരു ബ്രേക്കിന് ശേഷം കാണാം. സെയിം കോളറാണോ? ഹലോ ഹലോ. ഹലോ. ആ, കേൾക്കുന്നുണ്ടോ? കേക്കാം. ആ, പറഞ്ഞോളൂ. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡ് ദുബൈയിൽ ഒരു കമ്പനിയിലാണ്. ഓക്കെ ഓക്കെ ഫൈൻ. എന്നാ ശരിയാ, ഈ കളിയുടെ റൂൾസ് ഞാൻ പറഞ്ഞു തരണോ? അറിയാമോ എങ്ങനെയാ കളിക്കാന്നൊക്കെ? ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഓക്കെ, യു വാണ്ട് മീ ടു എക്സ്പ്ലെയിൻ? യെസ്. ഓക്കെ, അതായത് നമ്മൾ മൊത്തത്തിൽ 3 ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാം. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസിനും 20 seconds ആയിരിക്കും കിട്ടാം. അതിൻ്റെ ഉള്ളിൽ ആൻസർ പറയണം. ഇത്രയുള്ളൂ ബേസിക് കാര്യങ്ങൾ. ഇനി ഏത് ടോപ്പിക്കിലാണ് ചോദിക്കുന്നത്? നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. എൻ്റെ സൈഡിലൊരു വീല് ഉണ്ടോ?
ആ കണ്ടു. അതൊക്കെ ഞങ്ങളുടെ ഓപ്ഷൻസ് ആണ്. GK, സ്പോർട്സ്, പൊളിറ്റിക്സ്, ഓഡിയോ, അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ അമ്പിളി സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ വീല് കറങ്ങാൻ തുടങ്ങും. സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ പോയിന്റർ എവിടെയാണോ നിൽക്കുന്നത് ആ ടോപ്പിക് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അങ്ങനെ ഓരോ റൗണ്ടിനും ഓരോ ടോപ്പിക് ആയിരിക്കും. ഇനി അടുത്ത കാര്യം, ഇതൊരു ലൈവ് ഷോ ആയതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ടിവിയിൽ കാണുമ്പോൾ ചെറിയൊരു ലാഗ് ഉണ്ടാവും. സോ ദ മൊമെന്റ് ഐ ആസ്ക് യു ദ ക്വസ്റ്റ്യൻ, ടൈമർ ഇവിടെ സ്റ്റാർട്ട് ആവും. അപ്പൊ ടിവിയിൽ അത് നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ തുടങ്ങാം. ഓക്കെ, സ്റ്റാർട്ട് പറഞ്ഞോളൂ. ഓക്കെ, അമ്പിളി സ്റ്റാർട്ട് പറഞ്ഞിരിക്കുകയാണ്. സ്റ്റോപ്പ് പറയാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, GK. അപ്പൊ ഫസ്റ്റ് ടോപ്പിക് GK ആണ്. ചോദിക്കട്ടെ ക്വസ്റ്റ്യൻ? ഓക്കെ, so here is your first question. കേരളത്തിൽ ക്വസ്റ്റ്യൻ എന്ത് പറ്റി? ഒറ്റ സെക്കൻഡ് കേട്ടോ. ഓക്കെ, ഹസ്ബൻഡ് ഉണ്ടല്ലോ ഹെൽപ്പ് ചെയ്യാൻ. ഓക്കെ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ചത് ആരാണ്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ചത് ആരാണ്? ഓക്കെ, ഓപ്ഷൻ എ, എനിക്ക് വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലോ. ഫ്രാങ്ക് ലോർഡ്, റൈറ്റ്. ഓപ്ഷൻ ബി, ജോർജ് വൈറ്റ്. ആൻഡ് ഓപ്ഷൻ സി, ഫ്രാങ്കറി. നല്ല പേരിടാ, വേഗം പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞു കേട്ടോ, ടൈം ഔട്ട് ആവാനായി. പെട്ടെന്ന് ലോക്ക് ചെയ്തോ. ഓപ്ഷൻ ബി, ജോർജ് വൈറ്റ് അല്ലേ? ഓക്കെ, നമുക്ക് ജോർജ് വൈറ്റ് ലോക്ക് ചെയ്യാം. ഇത് ഗസ് ചെയ്തതാണോ? ഗസ് ചെയ്തതാണോ? ആ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണോ? ഉറപ്പാ? ആടെ കത്തിയല്ലേ? ഒന്ന് സസ്പെൻസ് ആക്കാൻ വിചാരിച്ചു. ഓക്കെ, വെൽ ഡൺ, വെൽ പ്ലേഡ്. അപ്പൊ ഇനിയും അങ്ങോട്ട് ഭാഗ്യം ഉണ്ടാവട്ടെ, നമുക്ക് നോക്കാം. നെക്സ്റ്റ് സ്റ്റാർട്ട് പറയാം. ഓക്കെ, GK. അതാ വീണ്ടും GK. ചോദിക്കട്ടെ? അപ്പൊ അടുത്ത GK ക്വസ്റ്റ്യൻ ആണ്. ഓൾ ദി ബെസ്റ്റ്. പാബ്ലോ പിക്കാസോ ഏത് രാജ്യക്കാരനാണ്? ഓക്കെ, പാബ്ലോ പിക്കാസോ ഏത് രാജ്യക്കാരനാണ്? സ്പെയിൻ, ഇറ്റലി, ഫ്രാൻസ്. ടൈം സ്റ്റാർട്ട്സ് നൗ. കേട്ടിട്ടില്ല പിക്കാസോ? അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇറ്റലി. ഓക്കെ, ലെറ്റ്സ് ലോക്ക് ഇറ്റലി. ചേടാ, കുറച്ച് അപ്പുറത്തായിരുന്നു. സ്പെയിനിലായിരുന്നു, സ്പെയിനിൽ. പോട്ടെ, കുഴപ്പമില്ല. അമ്പിളി, ഇറ്റ് വാസ് ഫൺ ടോക്കിംഗ് ടു യു. ഇനി ഹസ്ബൻഡെ കൊണ്ട് വിളിപ്പിച്ചോ. ഓക്കെ, നോ പ്രോബ്ലം. യു ക്യാൻ ട്രൈ അഗെയിൻ. അമ്പിളിനെ വീണ്ടും വിളിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, സോ ദാറ്റ് വാസ് അമ്പിളി. അപ്പം നിങ്ങളും വേഗം വിളിക്കുക. 3 ക്വസ്റ്റ്യൻസ് ആൻസർ കറക്റ്റ് ആയി പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ഗിഫ്റ്റ്സ് മജ്ലിസ് റെസ്റ്റോറന്റ് വൗച്ചർ, അതുപോലെ ഗ്രീൻ അലീവ് ബ്യൂട്ടി സലൂൺ വീണ്ടും സുന്ദരിയാവാൻ അതിസുന്ദരിയാവാനുള്ള വൗച്ചർ, അതുകൂടാതെ ലക്കി കപ്പിളിന് കിട്ടാൻ പോകുന്നു കപ്പിൾ എൻട്രി ടു ദുബായ് ക്രോക്കഡൈൽ പാർക്ക്. പിന്നെ ഞാൻ എന്നും പറയാൻ പോലെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്യാൻ ഞങ്ങളുടെ 3-in-1 ഷോ ടൈമിൽ, അതായത് 7:30 to 8:30 മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ വരാണെങ്കിൽ യുജാലയുടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് വൗച്ചർ അല്ലെങ്കിൽ സ്പെഷ്യൽ ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇതിന് ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിൾ ആണ്. വിളിക്കുക, സ്റ്റാർട്ട് എന്ന് പറയാം, സ്റ്റോപ്പ് എന്ന് പറയാം. ഞങ്ങളൊരു 3 ക്വസ്റ്റ്യൻ ചോദിക്കും, കറക്റ്റ് ഒരു ആൻസർ പറയാം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു കോളർ. ഹലോ. ഗുഡ് ഈവനിങ്. വെൽക്കം ടു 3-in-1. ആരാത്? യെസ്, ആരായി സംസാരിക്കുന്ന ഒരു വളരെ കിളി ശബ്ദമുള്ള ആ വ്യക്തിത്വം ആരാണ്? തുളസിപ്രിയ. ഓക്കെ, തുളസിപ്രിയ, ഐ തിങ്ക് ദിസ് ദ ഫസ്റ്റ് ടൈം അല്ലേ നമ്മൾ സംസാരിക്കുന്നത്? 3-in-1 ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? അടിപൊളി. ഇപ്പൊ 2ാമത്തെ കോളറാണ് ആദ്യമായിട്ട് വിളിക്കുന്നത്. തുളസിപ്രിയ എവിടുന്നാ വിളിക്കുന്നത്? നാട്ടിലെവിടെയാ? കണ്ണൂര്.
ഓക്കെ, എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യാണോ? ആ വർക്ക് ചെയ്യാം. ലൈക് വാട്ട് ഡു യു ഡു? അക്കാദമിക് കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യാം. അക്കാഡമിക് കൗൺസിലർ, അതെന്താ ബേസിക്കലി എന്താ ചെയ്യുന്നത്? കൗൺസിലിംഗ്. കൗൺസിലിംഗ് റിഗാർഡിംഗ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ്. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ ഹസ്ബൻഡ്, മോള്. ഓൾ റൈറ്റ്. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം കാണാറുണ്ടോ? ഞാൻ എന്റെ യൂഷ്വലി വർക്ക് ടൈമിങ് വേറെയാണ്. അപ്പൊ ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം ലീവിലാണ്, അതുകൊണ്ട് കാണാൻ പറ്റും. അതെന്തായാലും നന്നായി, അടിപൊളി. അപ്പൊ ഇനി കാണാൻ പറ്റുന്നില്ലെങ്കിൽ കാച്ചപ്പിൽ കാണണം. കാണാം. ഓക്കെ ഓക്കെ. എന്താ പേര് പറഞ്ഞ? കൃഷ്ണപ്രിയ അല്ലേ? തുളസിപ്രിയ. ഓക്കെ തുളസിപ്രിയ, അപ്പം അറിയാലോ എങ്ങനെയാ കളിക്കേണ്ടതെന്ന്? വീല് കറക്കി 3 പിന്നെ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അതിന് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കും. കറക്റ്റ്. 20 സെക്കൻഡ് ഈച്ച്. വീല് കറക്കി ബുദ്ധിമുട്ടണ്ട, ഒന്ന് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് തിരിഞ്ഞോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ യുദ്ധം? ഓക്കെ, സ്റ്റാർട്ട് വരണം. ഓക്കെ, അങ്ങനെ നമ്മുടെ തുളസി സ്റ്റാർട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇവരെന്താ ആടാൻ ഒരിച്ചിരി ബുദ്ധിമുട്ട്? തുടങ്ങി. സ്റ്റോപ്പ് പറഞ്ഞാലേ നിൽക്കുള്ളൂ കേട്ടോ, ഇതേ മൂപ്പര് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. സ്റ്റോപ്പ് നിൽക്കൂ. ജി കെ ആണ് തുളസിപ്രിയയുടെ ഫസ്റ്റ് ടോപ്പിക്. ഓക്കെ, ചോദിക്കട്ടെ? ഫിലിംസ് ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അഹമ്മദാബാദ്, മുംബൈ, പൂനെ. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരെന്താ? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഓഫ് ഇന്ത്യ. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അഹമ്മദാബാദ്, മുംബൈ, പൂനെ. പൂനെ. ഓക്കെ, ഇതൊരു ഗസ് ആണോ? വൈൽഡ് ഗസ്? എന്തായാലും കേട്ടത് നന്നായി. ആൻസർ കറക്റ്റ് ആണ്. വെൽ ഡൺ. ഓക്കെ, അപ്പൊ ഇതുപോലെ മുന്നോട്ട് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? അതിനു മുമ്പ് സ്റ്റാർട്ട് പറയണം. ഓക്കെ, സ്റ്റോപ്പ്. ഓക്കെ, വീണ്ടും ജി കെ. ഇതെന്താ ജി കെ തന്നെ വരുന്നേ? അപ്പൊ നമുക്ക് ജി കെയിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, റായ്പൂർ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്? റായ്പൂർ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്? രാജ്പൂർ. റായ്പൂർ ഐ തിങ്ക് ടൈപ്പോ എറർ ആയിരിക്കും അല്ലെ? രാജ്പൂർ. ഓക്കെ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്. പെട്ടെന്ന് ടൈം ഔട്ട് ആവും. അയ്യോ, ടൈം ഔട്ടും ആയി, ആൻസർ തെറ്റിപ്പോയി. ഛത്തീസ്ഗഡ് ആണ്. നോ പ്രോബ്ലം. അപ്പൊ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞല്ലോ, ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനം ഏതാണ്? രാജ്പൂർ. ഓക്കെ, നോ പ്രോബ്ലം. തുളസി ഇനിയും വിളിക്കാം. ഇനി വിളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ, ഇതോടെ നിർത്തരുത്. ഓക്കെ, ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു ഡിയർ. ബൈ ബൈ. ഓൾ റൈറ്റ്. ഇന്ന് നമുക്ക് 2 കോളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയാ, നിർഭാഗ്യവശാൽ 2 പേർക്കും ഗിഫ്റ്റ് കിട്ടിയില്ല. കുഴപ്പമില്ല, നോക്കട്ടെ നമ്മൾ അടുത്ത കോളറിന് ഗിഫ്റ്റ് അടിക്കുമോ ഇല്ലയോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ഐ തിങ്ക് ഇറ്റ് ഇസ് എ കോളർ. ഹലോ. ഗുഡ് ഈവനിങ്. ആരാ സംസാരിക്കുന്നത്? ഷൈനമ്മ, വെൽക്കം ബാക്ക്. ഞാൻ ആരാന്ന് ചോദിക്കാൻ പാടുണ്ടോ അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? പാണ്ടിക്കൊക്കെ എത്തിയോ തിരിച്ചു വീട്ടില്? എത്തിയിട്ടില്ല. ഓക്കെ. ഇപ്പൊ ട്രാഫിക് ഒക്കെ നല്ല കൂടി. ബസ്സിലാണോ? ശൈലാമ്മ എങ്ങനെയാ വരുന്നേ? ഡ്രൈവ് ചെയ്തിട്ടാണോ? വർക്ക് ചെയ്യുന്നില്ലേ? എന്റെ ഇത്രയും കാലം എന്റെ വിചാരം നിങ്ങൾ 2 പേരും വർക്കിംഗ് എന്നാണ് കേട്ടോ. ഓക്കെ ഫൈൻ. എന്തുവാ പഠിച്ച? എന്തിന്റെ ഗ്രാജുവേറ്റ് ആണ്? മാഷാഅല്ലാ, വെരി ഗുഡ്. വെറുതെ അല്ല എല്ലാ തവണ വിളിച്ച് ഇങ്ങനെ പ്രൈസ് അടിച്ചോണ്ടത്. ഓഹോ, ഭയങ്കര. എനിവേസ്, നമുക്കെന്താ കളിക്കാം. മാലിക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് സമ്മാനം അടിക്കണം. ഓക്കെ, അപ്പൊ അറിയാലോ, തുടങ്ങിക്കോ.
ഓക്കെ. സ്റ്റോപ്പ്. ആൻഡ് യോർ ടോപ്പിക് ഇസ് മ്യൂസിക്. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക് മ്യൂസിക് ആണ്. സൗണ്ട് വെക്കണോ? ആ, ടിവിയിൽ വാളിയും കൂട്ടിക്കോളൂ കേട്ടോ. எனக்கொரு கவலை இல்ல. சம சம சன யம யம யன சம சம சன யம யம யன சம யம யன சமன்னா சம சம சன யம. സിനിമയുടെ പേരാണല്ലേ ആ കാണിക്കുന്നത്? ആര് പാടിയെന്നല്ലേ? ഒരു മിനിറ്റ് ചേച്ചി, ഒന്നുകൂടെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. എന്തോ ഒരു ടെക്നിക്കൽ എറർ. ഒന്നുകൂടെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് അറിയോ? ഓക്കെ. ജി കെ. യെസ്, എല്ലാം അട്ടിമറിഞ്ഞിരിക്കുകയാണ്. ഈ ഇലക്ഷന്റെ സമയത്ത് വോട്ടൊക്കെ അട്ടിമറിയില്ലേ 5 മിനിറ്റ് കഴിയുമ്പോൾ, അതുപോലെ ഫുൾ അട്ടിമറിഞ്ഞിരിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ജി കെയിൽ എത്തിരിക്കുകയാണ്. അപ്പൊ ജി കെയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പൊ ചോദിക്കാൻ പോണേല്ലോ. ഓക്കെ. ബി എസ് യെദ്യൂരപ്പ, പൊളിറ്റിക്സ് പറയുമ്പം ആദ്യമായി മുഖ്യമന്ത്രി ആയത് എന്ന്? ഓക്കെ. 2007, 2008, 2006. ആ, യെദ്യൂരപ്പ ആദ്യമായി മുഖ്യമന്ത്രി ആയത് എന്നാണ് ക്വസ്റ്റ്യൻ. 2007 ആണോ, 8 ആണോ, അതോ 2006 ആണോ? ആണോ? എന്തപ്പ ചെയ്യുന്നത്? ലോക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. എന്ത് പറ്റിയെന്ന് അറിയോ? ഒരു വർഷം കഴിഞ്ഞിട്ടായിരുന്നു, 2007 സാരില്ല, വീണ്ടും വിളിക്കുക. മാലിക്ക് എത്തിയിട്ട് വിളിക്കണം കേട്ടോ. ഓക്കെ, ബൈ. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ കോളറിന് ഗിഫ്റ്റ് കിട്ടിയില്ല. നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ അതിന് വിഷമം ഞങ്ങൾക്കാണ്. അതുകൊണ്ട് പ്ലീസ് ഇനി പെട്ടെന്ന് വിളിക്കുക. ഗിഫ്റ്റ് കൊണ്ടുപോകാൻ വേറൊരു കോളർ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ. ഗുഡ് ഈവനിങ്. ആ സന്തോഷം കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷം. ആ സൗണ്ടിൽ, ആ എനർജിയിൽ ഒരു ഹാപ്പി വൈബ്സ്. ഇത് ഞാൻ പറയാം ശശിയേട്ടനല്ല, ശശിയേട്ടൻ. ഓക്കെ, ദൈവമേ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ശശിയേട്ടനല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അതാണ് കുറച്ചു മുമ്പ് പറഞ്ഞു, ഈ ട്രാഫിക് കാരണം ഞങ്ങൾ രണ്ടുപേരും 2 ദിക്കിലാണ്. പക്ഷെ ട്രാഫിക് നല്ലോണം കൂടിയില്ലേ? അത് എന്റെ കൂടെ ഇന്ന് സുജിയാണ്. സുജിക്ക് സെയിൽസിലാണ്, ഞാൻ ദുബായ് സിലിക്കൺ ഐസിസിലാണ്. ഇതിന്റെ രണ്ടിനും നടുക്ക് ഞങ്ങളുടെ പാവം ഡ്രൈവറാണ്. ഇവർ എന്നെ അവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് ഓടി വരണ്ടേ, അതാണ് പറ്റിപ്പോയി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ എങ്ങനെ ആസ്വദിച്ചു? നിങ്ങൾ എവിടെയാ താമസം? ആ, അവിടെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല അല്ലെ, ദുബായ് പോലെ? ആ, ഓക്കെ. പക്ഷെ മകൾ ഇവിടെ അല്ലേ, ദുബായിലല്ലേ? ആ, അവരെവിടെയാണ് ദുബായില്? JVC. അവിടെ എല്ലാ കുഴപ്പമുണ്ട്. പക്ഷെ അങ്ങോട്ടൊക്കെ കുറച്ച് വെള്ളം കേറിയിരുന്നു. മേ ബി നോട്ട് അറൌണ്ട് ഹെർ ബിൽഡിംഗ് അല്ലേ? ഓക്കെ, ഗുഡ്. ദാറ്റ്സ് നൈസ്. ഓക്കെ, അപ്പം നമുക്ക് എന്നാ പെട്ടെന്ന് കളിയിലോട്ട് പോയല്ലോ. ഓക്കെ, പ്രൈസ് എന്തായാലും കിട്ടണേ. ഓക്കെ, സ്റ്റാർട്ട് പറഞ്ഞോ. ഓക്കെ. അത് ഇവന് കുറച്ച് മടിയേടായിട്ട് ഇച്ചിരി മടി പിടിച്ചിട്ടുണ്ടോ? കറങ്ങടാ, ഇവരും തന്നെ മാനം കെടുത്തോ. ആ, സ്റ്റോപ്പ് പറഞ്ഞിരിക്കുകയാണ്. ഇത് കറങ്ങി തുടങ്ങുന്നേ ഉള്ളൂ. സ്റ്റോപ്പ് പറഞ്ഞിട്ടോ നിക്കാം. ആ, നിന്നിരിക്കുന്നത് GKയിലാണ്. ആ, ഓക്കെ. സോ ദീസ് ഈസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ സാൻഡേഴ്സിനെ വകവരുത്തിയ വിപ്ലവകാരി ആരാണ്? രാജ്ഗുരു, ഭഗത് സിംഗ്, സുഖ്ദേവ്. രാജ്ഗുരു, ഭഗത് സിംഗ്, സുഖ്ദേവ്. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വകവരുത്തിയ വിപ്ലവകാരി. ഭഗത് സിംഗ് അല്ലേ? ആ ഒരു ചൂടും ആ ഒരു എന്താ പറയാ അല്ലേ, ഹിസ് എനർജി ഈസ് റിയലി ഗുഡ്. അപ്പൊ നമുക്ക് ഭഗത് സിംഗ് എന്ന് ലോക്ക് ചെയ്തേക്കാം. പക്ഷേ അഫ്സോസ് ജവാബ് ആണെന്നേ, അല്ല, രാജ്ഗുരു ഓപ്ഷനെ. അതെ. അതിനാണ് ഞാൻ പറഞ്ഞത്, എത്ര പേർക്ക് 3 കൊണ്ട് നോക്കിയിട്ട് നാട്ടിൽ PSC എക്സാം ചെയ്തിട്ട് ജോലി കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. കുറച്ചൊക്കെ തള്ളാലോ അല്ലേ?
അപ്പൊ ശശിയേട്ടാ കൊറേ കാലത്തിന് ശേഷമാണ് സംസാരിച്ചത്, വളരെ സന്തോഷമായി. ഇനി ഇങ്ങനെ ഗ്യാപ്പ് എടുക്കരുത്, സ്ഥിരം വിളിക്കണം. ഓക്കെ ഓക്കെ, നൈസ് ടോക്കിംഗ് ടു യു. ബൈ ബൈ. ഇതെന്ത് നമ്മൾ 4 കോൾസ് എടുത്തു, ഇതുവരെ ആരും ആ ഒരു പാല ഇതുവരെ കടന്നു കിട്ടിയിട്ടില്ല. ഇനി വിളിക്കുന്നവർ വീണ്ടും ആവട്ടെ. കോൾ ഉണ്ടോ? ഹലോ, ഗുഡ് ഈവനിങ്. ആരാണത്? ആരാണ്? ഷർമിന. എന്റെ പഠിച്ചോന്റെ എത്ര കാലത്തിന് ശേഷം ഞങ്ങളൊക്കെ സംസാരിക്കുന്നേ. ആ, എവിടെ ആയിരുന്നു ഷർമീന? ഇത്ര ശരമൊന്നും പാടില്ല കേട്ടോ. നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു നാട്ടിലെ ട്രിപ്പൊക്കെ? അടിപൊളി. മഴ ഉണ്ടാവുമ്പോ ഇവിടെ ഉണ്ടായിരുന്നോ? മഴ ഇവിടെ ഉള്ളേ. എങ്ങനെയുണ്ട് ഇപ്പൊ? എല്ലാരും മഴ കാണാൻ നാട്ടിൽ പോലാണ്, ചൂട് ഇവിടുത്തെ ചൂട് പേടിച്ചിട്ട്. ഇപ്പൊ എല്ലാരും നാട്ടിൽ നിന്ന് മഴ കാണാൻ ഇങ്ങോട്ട് വരുന്നേ പോലും. നാട്ടിലിപ്പോ ചൂട് നാട്ടിൽ പോവാൻ. പക്ഷെ ഒരു ന്യൂസ് കിട്ടില്ലേ, നാട്ടില് ഉടനെ മഴ എക്സ്പെക്ട് ചെയ്യാന്ന്. നല്ല മഴ ഉണ്ടാവും, അങ്ങനെ ചൂടിന് അവസാനം ഒരു ശമനം കിട്ടാൻ പോവാണ് ഇൻഷാ അല്ലാ. മഴയാകുമ്പത്തേക്ക് പോകും നാട്ടില്, ഈ മാസം ലാസ്റ്റ്. കൊള്ളാലേ കളി. അതായത് ഇവിടെ മഴ പെയ്യുമ്പോ ഇവിടെ, നാട്ടില് മഴ പെയ്യുമ്പോ നാട്ടിലല്ലേ. ഭയങ്കര ഭയങ്കര. ഓക്കെ, ഇനി എന്ത് തന്നെ ആയാലോ ഇത്ര വലിയൊരു ഗ്യാപ്പ് എടുത്തു, ഇനി ഗ്യാപ്പ് എടുക്കരുത് കേട്ടാ. ഞങ്ങൾ എത്ര സ്പോൺസേഴ്സ് ഒക്കെ മാറി, എത്ര വെറൈറ്റി ഓഫ് ഗിഫ്റ്റ് ഒക്കെ മിസ് ചെയ്ത് ഷർമീന. നമ്മുടെ ദുബായിലുള്ള ക്രോക്കഡൈൽ പാർക്ക് പോയിട്ടുണ്ടോ? എന്നാ പോകേണ്ട സ്ഥലമാണ്. നമുക്കിങ്ങനെ പണ്ടേ TG രവിയൊക്കെ ചെയ്യുന്നാലേ ഇങ്ങനെ മാംസ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുതല കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാം. അപ്പൊ നമുക്ക് പ്രൈസ് അടിക്കട്ടെ, എന്നാ അവിടൊക്കെ പോവാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടർ. ഓക്കെ, നമ്മളെ വീൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതായിരിക്കും നമ്മുടെ ഷർമീനയുടെ ടോപ്പിക്? സ്റ്റോപ്പ് പറയാൻ മറക്കരുത്. പറഞ്ഞോ? GK. ഓക്കെ, GK ആണ് ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി എവിടെയാണ് ജനിച്ചത്? ഓക്കെ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്. ഇത് വളരെ ഈസിയാണ്, മര്യാദയ്ക്ക് പറയണം കേട്ടോ, ഇല്ല അടി കിട്ടും. കേട്ടില്ലേ? മഹാത്മാഗാന്ധി എവിടെയാണ് ജനിച്ചത്? മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്. വെരി ഈസി ക്വസ്റ്റ്യൻ, പെട്ടെന്ന് വരാം. ഷർമീന അറിയുന്നെങ്കിൽ ഗസ് പറഞ്ഞോ. സോറി, എനിക്ക് കേട്ടില്ലടാ. ഓക്കെ, ഗുജറാത്ത് നമുക്ക് ലോക്ക് ചെയ്യാം. ഇത് അറിയില്ലായിരുന്നോ? എന്താ പറഞ്ഞേ? ഇവിടെ ഇച്ചിരി ഒരു ബ്രേക്ക് ആവുന്നുണ്ട്, എന്താണെന്നറിയില്ല. എനിവേസ് വെൽ ഡൺ, ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, സ്റ്റാർട്ട് വരണോ? പറഞ്ഞോ, കേട്ടു. മൂവീസ്, അടിപൊളി. അപ്പൊ നമുക്ക് GK എന്നൊരു ബ്രേക്ക് എടുക്കാം. മൂവീസ് ആണ് അടുത്ത ടോപ്പിക്. എന്താ മൂവീസ് ഇഷ്ടമല്ലേ? അപ്പം മൂവീസിലായിരിക്കും ടോപ്പിക്. അത് ചോദിക്കുമ്പോൾ ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങി, ഏതൊക്കെ കണ്ടു? സത്യസന്ധമായി പറയാം. തിയേറ്ററിൽ പോയി കണ്ടോ? അയ്യോ, നമ്മളെ ക്വസ്റ്റ്യൻ വന്ന്, ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം. മലയാളത്തിലെ ആദ്യ സിനിമാസ്കോപ്പ് ചലച്ചിത്രം ഏതാണ്? മണിമുഴക്കം, മാമാങ്കം, തച്ചോളി അമ്പു. മലയാളത്തിലെ ആദ്യ സിനിമാസ്കോപ്പ് ചലച്ചിത്രം ഏതാണ്? അറിയില്ലെങ്കിൽ ഗസ് ചെയ്തോ, തീർന്ന ടൈം ഔട്ടായി. ഓപ്ഷൻ സി, തച്ചോളി അമ്പു. തച്ചോളി എന്നൊക്കെ പറഞ്ഞ ആരും തയ്ക്കൂലേ? നിങ്ങൾ എവിടെ? ഷർമീന കണ്ണൂരല്ലേ? തച്ചോളി എന്ന് പറഞ്ഞാ എന്താ? തച്ചോ എന്ന് പറഞ്ഞാ എന്താ നിങ്ങളുടെ നാട്ടില്? അല്ല, ഇതാ തച്ചോളി അല്ല, എനിക്കറിയാം. ഞാൻ നമ്മുടെ ഒരു തമാശ പറഞ്ഞാണ്. ഞങ്ങൾ അങ്ങോട്ട് കാസർഗോഡൊക്കെ, കണ്ണൂരും അങ്ങനെ തന്നെയല്ലേ? തച്ചോ എന്ന് പറഞ്ഞാൽ അടിക്കാന്നല്ലേ? തച്ചോളി അമ്പൂന്ന്, അമ്പു എന്നെ അടിച്ചോളൂന്ന്. എനിവേ ആൻസർ കറക്റ്റ് ആണ്, അടിച്ചിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ്. സമ്മാനം അടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് വരണോ? ഈ കുട്ടി സ്റ്റാർട്ടും സ്റ്റോപ്പും പറഞ്ഞു, ഇവിടെ എന്തിനാ ഇങ്ങനെ നിൽക്കണേ? ഓക്കെ, വീണ്ടും GK.
ഇനി ഇത് ദുബായ് ക്രോക്കഡൈൽ പാർക്കിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഗെസ് ചെയ്തോ അറിയില്ലെങ്കിൽ. എത്ര മുതലകളാണ് ദുബായ് ക്രോക്കഡൈൽ പാർക്കിൽ വളർത്തുന്നത്? എത്ര മുതലകളെ, ക്രോക്കഡൈൽസിനെയാണ് ദുബായ് ക്രോക്കഡൈൽ പാർക്കിൽ വളർത്തുന്നത്? 300, 275, 250. ഇത് ജസ്റ്റ് ഒന്ന് ഗെസ് ചെയ്തോ അറിയില്ലെങ്കിൽ. എത്ര മുതലകൾ ഉണ്ടാവും? ഓപ്ഷൻ ബി 275. ഓക്കെ, നമുക്ക് 275 ലോക്ക്. ഷോ 250 ആയിരുന്നു. പക്ഷെ ഇതിലാ ഷെർവിനെ കുറ്റം പറയില്ല, അവിടെ പോയിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ അറിയും? ഒരു കാര്യം ചെയ്യും, വേഗം അവിടെ പോയിക്കോട്ടാ, എല്ലാം നോട്ട് ചെയ്യണം. പക്ഷേ ഇൻഷാല്ല ഇതിലൂടെ തന്നെ ഗിഫ്റ്റ് കിട്ടട്ടെ, പോകാനുള്ള ഒരു അവസരം. ഓക്കെ, നാളെ വിളിക്കണം. അപ്പൊ എന്നെ മിസ് ചെയ്ത് ഷർമിന, ബൈ ബൈ. ഓക്കെ, അടുത്ത കോളർ. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ്. ആരാണത്? ഗുഡ് ഈവനിങ്. മാലിക്. അശോ, എടാ മാലിക്, നിങ്ങൾക്ക് അറിഞ്ഞു എന്താ സംഭവിച്ചെന്ന്? ഇന്ന് ഉമ്മക്ക് സമ്മാനം അടിച്ചില്ല. ആ വിഷമം നമുക്ക് തീർക്കണം കേട്ടോ. അമ്മ പറഞ്ഞു. ആ, ഇന്ന് എന്തായാലും സമ്മാനം കിട്ടണം. ഓക്കെ, ആ അപ്പൊ തുടങ്ങിക്കോ. സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റോപ്പ്. GK. അപ്പൊ GK ആണ് ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്, ശ്രദ്ധിച്ച് കേട്ടോളൂ. ബഹാദൂർ ഷാ ഒന്നാമൻ ജനിച്ചത് ഏത് വർഷത്തിലാണ്? 1543, 1643, 1743. ബഹാദൂർ ഷാ ഒന്നാമൻ എപ്പോഴാ ജനിച്ചത്? വേഗം പറഞ്ഞോ. ഓപ്ഷൻ ബി 1643. ഉറപ്പാണോ? അശോ, എന്താ പറ്റിയെന്നറിയോ? കറക്കി കുത്തിയത് കറക്റ്റ് ആൻസറിലാണ്. വെരി ഗുഡ്, വെൽ പ്ലേഡ് മാലിക്. അപ്പൊ ഇന്ന് നല്ല ഭാഗ്യമുള്ള ദിവസമാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വേഗം ചോദിച്ചോ. സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റോപ്പ്. വീണ്ടും GK ചോദിക്കട്ടെ? ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാലിക്കിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആരാണ്? K. കേളപ്പൻ, VP മേനൻ, AK പിള്ള. K. കേളപ്പൻ, VP മേനൻ, AK പിള്ള. VP മേനൻ. ഓക്കെ, ലെറ്റ്സ് ലോക്ക്. VP മേനൻ. ഇത് അമ്മ പറഞ്ഞതാണോ? അമ്മക്ക് അറിയായിരുന്നോ? വേണ്ടട്ടാ, അമ്മ എത്ര ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളെ കോളറാണ്, സമ്മതിച്ചിട്ടില്ല. വെൽ ഡൺ, ആൻസർ കറക്റ്റ് ആണ്. ആഹാ, ഓക്കെ. അപ്പൊ ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ, സ്റ്റോപ്പ്. GK, പിന്നെയും GK. അപ്പൊ GKയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചിരുന്ന കാൺപൂരിലെ നേതാവ് ആരാണ്? ജനറൽ ബഖ്ത് ഖാൻ, നാനാ സാഹേബ്, ബീഗം ഹസ്രത്ത് മഹൽ. ഓക്കെ, കുത്തിക്കോ. ആരും പോയി കുത്തരുത്. എന്തോ? ഓപ്ഷൻ ബി നാനാ സാഹിബ്. ഓക്കെ, ലെറ്റ്സ് ലോക്ക് ഓപ്ഷൻ ബി, നാനാ സാഹിബ്. അടിച്ച മോനെ, കൺഗ്രാറ്റുലേഷൻസ്. അവസാനം അങ്ങനെ ഞങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് ഒരു വിന്നറിനെ കിട്ടിയിരിക്കുകയാണ്. നാട്ടുകാരെ എല്ലാവരും ഒന്ന് കൈയടിക്കുക. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇന്ന് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മജ്ലിസ് റെസ്റ്റോറന്റ്, ഗ്രീൻ അലൈവ് ബ്യൂട്ടി സലൂൺ, ദുബായ് ക്രോക്കഡൈൽ പാർക്ക്, അതുകൂടാതെ ഉജാല. അപ്പൊ നമുക്ക് നോക്കാം വേറെ വിന്നേഴ്സ് ആരില്ലെങ്കിൽ ദുബായ് ക്രോക്കഡൈൽ പാർക്കിലേക്കുള്ള ആ കപ്പിൾ ടിക്കറ്റ് നമുക്ക് മാലിക്കിനും ഉമ്മയ്ക്കും കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു തരാം അല്ലേ? സീ യു ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.
in 1, powered by Time Express Cargo and Talrop. Gift sponsored by നമ്മുടെ റെസ്റ്റോറൻറ്റ് പേരെന്തായിരുന്നു? അല്ല, ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂൺ, മജ്ലീസ് റെസ്റ്റോറൻറ്റ്, മജ്ലീസ് അവിടെയാണ് എനിക്ക് പണി പറ്റിപ്പോയത്. മജ്ലീസ് റെസ്റ്റോറൻറ്റ്, ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂൺ ആൻഡ് ദുബായ് ക്രോക്കഡൈൽ പാർക്ക്. സ്പെഷ്യൽ ഗിഫ്റ്റ് വൗച്ചർ ബൈ ഉജാല ചാർ കുന്തുവാല. അപ്പോൾ നമുക്ക് അടുത്ത കോളർ വെയിറ്റിംഗ് ആണ്. ബാക്കി വിശേഷം കോളറിന് ശേഷം ഞാൻ പറയാം. ഹലോ ഹലോ ഹലോ, ഹായ്, ഗുഡ് ഈവനിങ്. ഈവനിങ്. ആരാണത്? അഖിൽ. അഖിൽ. ഹലോ. അഖിലാണ്, അഖിൽ. ആ, ഒരു വോയിസ് ഇങ്ങനെ ബ്രേക്ക് ആവുന്നുണ്ട്. എന്റെ പ്രശ്നമാണോ അഖിലിന്റെ പ്രശ്നമാണോ എന്നറിയില്ല. ഓക്കെ, ഇപ്പൊ ശരിയായി. ആ ടിവിയുടെ വോളിയം ഒന്ന് കുറക്കോ? ടിവിയുടെ വോളിയം ഞാൻ മാക്സിമം കുറച്ചുണ്ട്. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. അഖിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ അജ്മാനിന്ന്. അജ്മാൻ. ഓക്കെ, നാട്ടിലെവിടെയാ? നാട്ടില് തൃശ്ശൂർ. ആഹാ, തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. ആ, നാട്ടിലെപ്പോഴാ പോയത്? പൂരത്തിന് പോയിരുന്നോ? ഇല്ലില്ല, കുറച്ച് നാളായി പോയിട്ട്. കഴിഞ്ഞ വർഷം പോയതാ. ആ, ഓക്കെ ഓക്കെ. ആരൊക്കെ ഉണ്ട് കൂടെ അഖിൽ? കൂടെ ഫാമിലി ഉണ്ട്, വൈഫ്. ആ, വൈഫും കുട്ടികളും. ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു അഖിൽ? ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. വൈഫ് വർക്ക് ചെയ്യാണോ ഹൗസ് വൈഫാണോ? വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. വാട്ട് ഈസ് ഷീ ഡൂയിങ്? ആളും ഇതുപോലെ ഒരു കമ്പനിയിൽ HR വർക്ക് ചെയ്യുന്നു. അടിപൊളി. HR ആണ്. അപ്പൊ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും കേട്ടോ. കണ്ടും നോക്കിയെങ്കിൽ നിന്നോ. എപ്പൊ ഫയർ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ശരി, അപ്പൊ ഞങ്ങളുടെ ഷോയിൽ ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? അല്ല, മുമ്പ് വിളിച്ചിട്ടുണ്ട്. ആ, സമ്മാനം അടിച്ചിട്ടുണ്ടോ? സമ്മാനം ഒരു പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. എന്നിട്ട് വന്ന് കളക്ട് ചെയ്തോ? ചെയ്തു. ആ, വെരി ഗുഡ്. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും സമ്മാനം അടിക്കട്ടെ. ദുബായ് ക്രോക്കഡൈൽ പാർക്കിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ല, അതാ വിളിച്ചത് ഞാനിന്ന്. എന്തായാലും കിട്ടട്ടെ. മക്കള് എത്ര കുട്ടികളുണ്ട്? ഒരു കുട്ടി. ആ, ഹൗ ഓൾഡ് ഇസ് ഷീ ഓർ ഹി? ആള് വളരെ ചെറുതാ, 3 months old. അശോ, കുഞ്ഞു വേണല്ലേ? അപ്പൊ അടിപൊളി. ഞങ്ങൾ തരാൻ പോകുന്നത് 2 അഡൾട്ടിനുള്ള എൻട്രി ടിക്കറ്റ് ആണ്. അപ്പൊ ഇത് കുഞ്ഞു ഭാവിയുണ്ട്. കുഞ്ഞു ഭാവി നിങ്ങൾക്ക് ഫ്രീ ആയി അകത്തോട്ട് കൊണ്ടുപോവാം. ഓക്കെ. അപ്പം അറിയാലോ എങ്ങനെയാ കളിക്കണ്ടെന്നൊക്കെ അറിയാം. ഞാൻ ഒന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, ഫൈൻ. അന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് പറഞ്ഞോളൂ. ഓക്കെ. GK. ആ, ഇന്ന് എന്താണെന്നറിയില്ല, എല്ലാവർക്കും GK ആണ് കിട്ടുന്നത്. അപ്പൊ GKയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ഓക്കെ. ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ എ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രമാണം, ഓപ്ഷൻ ബി ഇന്ത്യ വിഭജനം, ഓപ്ഷൻ സി ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഫസ്റ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നാണ് ഉദ്ദേശിച്ചത്. പെട്ടെന്ന് പറഞ്ഞോളൂ. ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. പെട്ടെന്ന് അറിയില്ലെങ്കിൽ ഗസ് ചെയ്തോ, ടൈം ഔട്ട് ആവും. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രമാണം. ഓപ്ഷൻ എ അല്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രമാണം. ഇത് ഗസ് ചെയ്തതാണോ? ഓക്കെ. ആ, കുഴപ്പമില്ല. നമ്മളെല്ലാരും ഗസ് ചെയ്തിട്ടുണ്ടല്ലേ. ഇപ്പൊ ഇത്രയും ക്ലാസ് ഒക്കെ പാസ് ചെയ്ത് കുഴപ്പമില്ല. പക്ഷെ ഇത് ചെറുതായി പാളിപ്പോയി. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിരുന്നു. ഓക്കെ, നോ പ്രോബ്ലം അഖിൽ. പെട്ടെന്ന് വിളിക്കാം. വൈഫ് അടുത്തുണ്ടോ? ആ, ഇനി വൈഫിനെ കൊണ്ട് വിളിപ്പിക്കേ. ഓക്കെ ഓക്കെ, ടോക്ക് ടു യു സൂൺ. ബൈ. അപ്പൊ ഇവര് വേഗം വിളിക്കുന്നു വിചാരിക്കുന്നു. എനിക്ക് അവർക്ക് ക്രോക്കഡൈൽ പാർക്ക് പോയി കാണാൻ ആഗ്രഹമുണ്ട്. നമുക്ക് ആ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റട്ടെ അല്ലേ? ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം നിങ്ങൾക്ക് ഞങ്ങൾ ഗിഫ്റ്റ്സ് തരുമ്പോഴാണ്. ഇതുപോലത്തെ നല്ല ആക്ടിവിറ്റീസ്, ദുബായിലെ വർത്ത് ഗോയിങ് ആക്ടിവിറ്റീസിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാനൊരു ഓപ്പർച്യൂണിറ്റി തരുന്നതാണ് ഞങ്ങളുടെ സന്തോഷം. അപ്പൊ ഇതുവരെ പോയിട്ടില്ലാത്തവർ, ഗിഫ്റ്റ് കിട്ടാത്തവർ ഒന്ന് പോയി കാണുക. കാരണം ഇതൊക്കെ ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ അറൗണ്ട് 250 തരം ക്രോക്കഡൈൽസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അവരെ എന്താ പറയുക, ലൈവായിട്ട് അവരെ ഫീഡ് ചെയ്യാൻ പറ്റും, അതിനെ കാണാൻ പറ്റും. ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് അതിനെ തൊടാൻ പറ്റും. ഇപ്പം നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കാണാറുണ്ടല്ലോ, പുലിക്കുട്ടികളൊക്കെ പെറ്റ് ചെയ്യുന്നത്. അതുപോലെ ക്രോക്കഡൈലിനെ പെറ്റ് ചെയ്യുന്ന ഫോട്ടോസൊക്കെ എടുത്ത് റീൽസൊക്കെ ഇട്ട് എൻ്റെ വ്യൂസിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങളല്ലേ. എനിവേസ്, നമ്മുടെ അടുത്ത കോളർ വരുന്നതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. നെറ്റ്ഫ്ലിക്സ് മൂവീസ്. അടുത്ത കോളർ ഉണ്ട്, അനീഷം പറഞ്ഞുതരാം. ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ആരാ അത്? ആരാ സംസാരിക്കുന്നേ? ഷൈനി.
ഷൈനി, where are you calling from? From Dubai only, but actually native from Tamil Nadu. Wow, that's nice. So you watch your program? Hello? Hello. ഞങ്ങളുടെ പ്രോഗ്രാം കാണാറുണ്ടോ? Ah, കാണാറുണ്ടല്ലേ? എനിക്ക് ആക്ച്വലി തമിഴ് അറിയില്ല, കന്നഡ അറിയാം. അപ്പൊ ഞാൻ തമിഴ് മിണ്ടാൻ നോക്കിയത് കന്നഡ ഇപ്പം. ഷൈനി 3-in-1 പാക്കാമോ? പാക്കാറുണ്ടോ? എന്റെ അമ്മേ ഉണ്ടല്ലേ? കാണാറുണ്ടോ? നിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടല്ലോ. യു ക്യാൻ ഹിയർ മീ റൈറ്റ്? yeah. ഓക്കെ. Is this the first time you are trying? First time. അപ്പൊ എന്തായാലും നമ്മുടെ ഷൈനിക്ക് സമ്മാനം അടിക്കട്ടെ. ഷൈനി സമ്മാനം കിട്ടട്ടെ, ഈ കോളിൽ തന്നെ സമ്മാനം കിട്ടട്ടെ എന്ന്. ഓക്കെ, ഐ വിഷ് ദാറ്റ് യു വിൻ ടുഡേ. ഓക്കെ, സോ ദാറ്റ് യു കോൾ എവറി ടൈം. Okay. ഓക്കെ ഷൈനി, തമിഴ്നാട്ടില് എവിടെയാ ഊര്? എങ്കയാ ഊര് சொல்லம்மா? Marthandam. മാർത്താണ്ഡം പറഞ്ഞ നാട്ടിന്നാണോ? ഒന്നുമില്ല. മഞ്ഞിപ്പായ. ഓക്കെ, അപ്പൊ ശരി. കൂടെ ആരൊക്കെയാണ് ഷൈനി? കൂടെ ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ആഹാ, നിങ്ങൾ ഒരുമിച്ചിട്ടാണോ സ്റ്റേ? ആഹാ, എല്ലാരുടെ പേരൊന്ന് പറഞ്ഞ പെട്ടെന്ന്. എല്ലാവരുടെ നെയിമാ? കുറച്ച് ആൾക്കാരുടെ പേര്, ഇപ്പൊ അടുത്തുള്ള ആൾക്കാരുടെ പേര് പറ. ലീന, പ്രിയ, ഷെറിൻ, ഓക്കെ, ജോയ്, നിവി. ഓക്കെ, എടാ മതിയുടെ പേര് മറന്നുപോയാ? നിത, റിഞ്ചു. അത്രയും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്റെ ബിഗ് ഹായ് ആൻഡ് ബിഗ് ഹഗ്. ഓക്കെ. എല്ലാരും വർക്കിംഗ് ആണല്ലേ? നിങ്ങൾ സ്ഥിരം കാണാറുണ്ടോ 3-in-1? ഓക്കെ, നിങ്ങൾ വേറെ പ്രോഗ്രാംസ് കാണാറുണ്ടോ? കളികാലം കാണാറുണ്ട്. കളികളും കാണാറുണ്ട്. ഈ കളികൾ മാത്രമേ 3-in-1 കാണണം. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് പ്രൈസ് അടിക്കട്ടെ. ഓക്കെ, അപ്പൊ ശരിടാ, ഓൾ ദി വെരി ബെസ്റ്റ്. സ്റ്റാർട്ട്. അറിയാലോ എങ്ങനെ കളിക്കണ്ടേ? യു നോ ദ റൂൾസ്? നോ, അറിയില്ല? അറിഞ്ഞുകൂടാത്? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സ്റ്റാർട്ട് എന്ന് പറയാം. ഓക്കെ, സ്റ്റാർട്ട് എന്ന് പറയുമ്പം എന്റെ പക്കം വീല് കാണുമാ? ആ വീൽ ഇങ്ങനെ കറങ്ങും. ഓക്കെ, സ്റ്റോപ്പ് എന്ന് പറയുമ്പോ വീൽ സ്റ്റോപ്പ് ആവും. അപ്പൊ അത് എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്, അത് താൻ ನಿಮ್ಮ ടോപ്പിക്. ഓക്കെ, അപ്പൊ ആ ടോപ്പിക്കിന് ഒരു ക്വസ്റ്റ്യൻ. ഈച്ച് ക്വസ്റ്റ്യൻ ഹാവ് 20 seconds ടൈം ടു ആൻസർ. ടോട്ടൽ 3 ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ദ മൊമെന്റ് ഐ ആസ്ക് യു ദ ക്വസ്റ്റ്യൻ ടൈമർ സ്റ്റാർട്ട് ആവും. ടിവിയിലെ ടൈമർ ശരിയല്ല, ബിക്കോസ് ദർ ഇസ് എ ലാഗ്. ഇത് ലൈവ് ഷോ അല്ലമ്മ, അതുക്ക് നമ്മള് പറഞ്ഞ ക്ഷീണിച്ചതാ. ഓക്കെ, അപ്പൊ ചോദിക്കട്ടെ, നമുക്ക് കളി തുടങ്ങാം. സ്റ്റാർട്ട് പറഞ്ഞോ. ഓക്കെ, നമ്മുടെ വീൽ കറങ്ങാൻ തുടങ്ങി മക്കളെ. സ്റ്റോപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇവർ നിൽക്കില്ല, ഇവരിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. സ്റ്റോപ്പ് നിൽക്കൂ. ഓക്കെ, GK. വെൽ ഡൺ, GK താൻ ഫസ്റ്റ് ടോപ്പിക്. അപ്പൊ ഫ്രണ്ട്സിനോടൊക്കെ ശ്രദ്ധിച്ച് കേട്ടോളം പറയണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഷൈനിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരട്ടെ. ക്വസ്റ്റ്യൻ എന്താ ഇത്ര താമസമല്ലേ? താമസമെന്തേ വരുവാൻ GKയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ പാടി കൊളമാക്കും, പ്രൊഡ്യൂസറുടെ എല്ലാവരുടെ കേട്ടോ. 2018 മികച്ച സംസ്ഥാന ചലച്ചിത്ര നടി ആരാണ്? ഓക്കെ, ഹു ഈസ് ദ ബെസ്റ്റ് സ്റ്റേറ്റ് മൂവി അല്ല സംസ്ഥാന ചലച്ചിത്ര നടി എന്തുവാ പറയാ? 2008 ഹു ഈസ് ദ ബെസ്റ്റ് സ്റ്റേറ്റ് ആക്ട്രസ്? പാർവതി who won the Kerala State Film Award in 2018 for Best Actress? Parvati Thiruvol, Nimisha Sajayan, Rajisha Vijayan. You can ask your friends for help, Malayali friends. Who got the Best Actress Award in 2018? ABC. Just say something. Nimisha Sajayan. Okay. ഷോ, ഞാൻ ആകെ വീർത്ത് കുളിച്ച് ടെൻഷൻ അടിച്ചുപോയി. എനിക്ക് ടൈം എടുത്തൊക്കെ കൂടാതെ. ഓക്കെ, ഷടപടേ ആൻസർ തരണം. ഓക്കെ, എന്താ ഇനി ഒരു ക്വസ്റ്റ്യൻ അല്ലേ ആയിട്ടുള്ളൂ? 3 ക്വസ്റ്റ്യൻ ഇருக்கு. ഇതേത് സിനിമ தெரியுமா നിമിഷക്ക് കിട്ടിയത്? which movie she got the award for? You have any idea? The Great Indian Kitchen.
കണ്ടിക്കാ സിനിമ കണ്ടിരിക്കാ കാണണം ഗുഡ് മൂവി. ഇല്ല ഇല്ല ഓക്കെ friends പറഞ്ഞു അതുകൊണ്ട്. ഓക്കെ ഇതിന്റെ തമിഴ് റീമേക്ക് ഉണ്ട്, തമിഴും കാണ്. ഓക്കെ അതിൽ ഐശ്വര്യ ലക്ഷ്മിയാണ് ആക്ട്രസ്. ഐശ്വര്യ ആ ഐശ്വര്യ പിന്നെ ആക്ടർ ആരാന്ന് തെരിഞ്ഞു കൂടാது. ഫീമെയിൽ ആണ് ഇതിന്റെ മെയിൻ റോൾ. ഓ ഓക്കെ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് വരണോ? ഓ സ്റ്റാർട്ട് ഓക്കെ സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഓക്കെ സ്റ്റോപ്പ്. വീണ്ടും GK. അപ്പൊ നമുക്ക് GKയിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ജാഗ്രത ഇരുന്നുകൊള്ളി. ഇപ്രാവശ്യം നമുക്ക് ക്രോക്കഡൈൽ പാർക്കിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ ഹാവ് യു ഹേർഡ് അബൌട്ട് ക്രോക്കഡൈൽ പാർക്ക്? നോ. ഓക്കെ നോ പ്രോബ്ലം. ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ. ദുബായ് ക്രോക്കഡൈൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വേർ ഇസ് ഇറ്റ് ലൊക്കേറ്റഡ്? ദുബായ് ക്രോക്കഡൈൽ പാർക്ക്. ക്രീക്ക് പാർക്ക്, സഫ പാർക്ക്, മുഷ്രിഫ് പാർക്ക്. ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. വേർ ഇസ് ദുബായ് ക്രോക്കഡൈൽ പാർക്ക് ലൊക്കേറ്റഡ്? ക്രീക്ക് പാർക്ക്, സഫ പാർക്ക്, മുഷ്രിഫ് പാർക്ക്. வேகம் 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 சொல்லுங்க. டைம் ஓடுங்க. PT உஷா மாதிரி ஓடுங்க. പെട്ടെന്ന് മുഷ്രിഫ് പാർക്ക്. ഷോ എനിക്കിപ്പോ ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാൻ സത്ത് പോയേനെ. ഓക്കെ കറക്റ്റ് ആണ് ആൻസർ. ഓക്കെ അപ്പൊ ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് മൈ മിന്നി. മിന്നി എന്ന് ഉദ്ദേശിച്ച ഷൈനി. അപ്പം കറക്റ്റ് ആക്കണം. ഷൈനിക്ക് മലയാള അർത്ഥമാ മിന്നി. ഷൈനിക്ക് മലയാള അർത്ഥം മീനിങ് ആണ് മിന്നി. ഓക്കെ അപ്പൊ നമുക്ക് ഈ ആൻസർ മിന്നി ചെയ്യണം. മിന്നി ഹിയർ ഈസ് എ ഫൈനൽ ക്വസ്റ്റ്യൻ. സ്റ്റാർട്ട് വരണം. ഓക്കെ സ്റ്റോപ്പ്. വീണ്ടും GK ചോദിക്കട്ടെ? ഓക്കെ നല്ലോണം പ്രാർത്ഥിച്ചോളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പോരട്ടെ. ശ്രേയ ഘോഷാൽ ആദ്യമായി പാടിയ മലയാള ചലച്ചിത്രം ഏതാണ്? Which is the first Malayalam movie in which Shreya Ghoshal has performed? Okay, Big B, her first song in Malayalam. Big B, Sagar alias Jackie, Banaras. All these are Malayalam movies. Pettannu vara Big B, Sagar alias Jackie, Banaras. It's a Mammootty movie. ബി എല്ലാ അതിലും ഓക്കെ ബിഗ് ബി. ഓ ഞാൻ വിചാരിച്ചു ഓപ്ഷൻ ബി ആണ്, ഞെട്ടിപ്പോയി. പക്ഷെ ബിഗ് ബി എന്ന് പറഞ്ഞ ആൻസർ ഉണ്ടല്ലോ 100% കറക്റ്റ് ആണ്. മിന്നി ഷൈനി അങ്ങനെ ആൻസർ മിന്നി ചേക്കാണ്. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് യു. അവിടെയുള്ള എല്ലാവർക്കും ഒരുമിച്ച് കൺഗ്രാറ്റുലേഷൻ. നല്ലൊരു കയ്യടി. ഓക്കെ അപ്പം അറിയാലോ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മജ്ലീസ് റെസ്റ്റോറന്റ്, ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂൺ, ദുബായ് ക്രോക്കഡൈൽ പാർക്ക്, അതുകൂടാതെ ഉജാല. അപ്പൊ ഉജാലയുടെ ഗിഫ്റ്റ് കിട്ടണമെങ്കിൽ യു ഹാവ് വൺ എ പ്രൈസ് റൈറ്റ്. സോ ടു കളക്ട് ദാറ്റ് ഇഫ് യു കം ടു അവർ സ്റ്റുഡിയോ ഡ്യൂറിംഗ് അവർ ലൈവ് ഷോ, ദിസ് 3-in-1 is from 7:30 to 8:30 on Monday, Tuesday and Wednesday. Okay. So if you're coming here on those days during the show time, you will be our chief guest, you will be in our live show and we will give you the Ujala special gift. Okay. Okay? In it, since you have won this game, your name will go to the lot. So at the end, we'll get to know ആർക്കാണ് ദുബായ് ക്രോക്കഡൈൽ പാർക്ക് പോയി മുതല കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാനുള്ള ഭാഗ്യമുള്ളത് അല്ലേ. അപ്പൊ ഇനി കോളേഴ്സ് എടുക്കാൻ ടൈം ഉണ്ടോ? കോളറും ഉണ്ട്. ഹലോ ഹായ് ഗുഡ് ഈവനിങ്. ആരാണത്? ജിതിൻ എവിടുന്നാ വിളിക്കുന്നത്? സിലിക്കൺ ഓയസിസ്. മൈ നാട്ടുകാരൻ. ഞാൻ സിലിക്കൺ ഓയസിസിലാണ്. നാട്ടിലെവിടെ? ഷോ ഞാനും കൊല്ലത്താണ്. ഇതൊക്കെ ഇങ്ങനെ ഒരു കോയിൻസിഡൻസ്. കൊല്ലത്ത് എവിടെ? ആ ഓക്കെ ഓക്കെ ഫൈൻ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് വൈഫുണ്ട്, 2 പിള്ളേരുണ്ട്. ഇപ്പൊ കൂടെ ഉണ്ടോ? ഒരു ഫ്രണ്ടിലാണ്, ഞാൻ ബെഡ്റൂമിലാണ്. ഓക്കെ ഓക്കെ ശരി. അപ്പോ ഞങ്ങളുടെ പ്രോഗ്രാമിന് ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ ജിതിൻ? ഇല്ല, ആദ്യമായിട്ടാണ്. പക്ഷെ കാണാറുണ്ടോ? ഇടയ്ക്ക്. എന്താണ് വാട്ട് ഈസ് ദ ഇൻസ്പിറേഷൻ ടു കോൾ? ഇന്ന് വിളിക്കണം തോന്നാൻ കാരണം? വിളിക്കണം തോന്നി വിളിച്ചു, അത്ര തന്നെ അല്ലേ? ഓക്കെ നോ പ്രോബ്ലം. ഇത് സ്ഥിരമാക്കുക കേട്ടോ ഈ വിളി. മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ 7:30 to 8:30. അപ്പൊ അറിയാലോ എങ്ങനെയാ കളിക്കേണ്ടത് ജിതിൻ? ഞാൻ ജസ്റ്റ് കുറച്ച് കണ്ടതേ ഉള്ളൂ. ഓക്കെ
ഞാൻ പറഞ്ഞു തരണോ? വേണ്ട, കുഴപ്പമില്ല. ആ അറിയാലോ, എൻ്റെ സൈഡിലൊരു സംഭവം നിൽക്കുന്നുണ്ടില്ലേ, ഓക്കെ ഒരു പുരാണ വസ്തു ആണെങ്കിലും 2-3 വട്ടം പറയുമ്പോൾ മൂപ്പര് തിരിഞ്ഞോളും. ഡോൺ വറി. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് പറഞ്ഞോളൂ. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് എന്ന് ഒച്ചത്ത് പറയണം. സ്റ്റാർട്ട്. ആ സ്റ്റോപ്പ് പറയണം കേട്ടോ, തന്നെത്തല നിൽക്കൂല, വയസ്സായേ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. ആ സ്റ്റോപ്പ്, കേട്ടില്ലേ? സ്റ്റോപ്പ്. GK. അപ്പൊ GK ആണ് ജിത്തിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. പെട്ടെന്ന് ആൻസർ പറയണേ, ടൈം ഔട്ട് ആക്കരുത്. ഓക്കെ, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ അമേരിക്കക്കാരൻ ആരാണ്? കേട്ടില്ല, ഒന്നുകൂടെ. തിയോഡർ റൂസ്വെൽറ്റ്, എബ്രഹാം ലിങ്കൺ, ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്. ഇവരിൽ ആർക്കാണ് സമാധാനത്തിനുള്ള, പീസിനുള്ള നോബൽ സമ്മാനം നേടിയത്? ആദ്യത്തെ അമേരിക്കൻ. ഇവരിൽ ആരാണ് ദ ഫസ്റ്റ് അമേരിക്കൻ ടു വിൻ ദി നോബൽ അവാർഡ് ഫോർ പീസ്? ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്. ഷുവർ? നോക്കിട്ടെ, ഒരു മിനിറ്റ്, ഞാൻ ഓപ്ഷൻസ് ഒന്ന് കണ്ടോട്ടെ. കണ്ടോ? കയ്യിൽ യന്ത്രങ്ങളൊന്നും നോക്കരുത് കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്, ടൈം ഉണ്ടാവും. നിങ്ങളുടെ ചാനൽ നമ്പർ എത്രയായിരുന്നു? 813. പെട്ടെന്ന് പറ, പെട്ടെന്ന് പറ. ഒരു മിനിറ്റ്. അയ്യോ സമയമില്ല, ടൈം ഔട്ട് ചെയ്യും. ഏതൊക്കെ പറഞ്ഞേക്ക്. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്. ഓക്കെ, തിയോഡർ റൂസ്വെൽറ്റ് ആയിരുന്നു ആൻസർ. ഓപ്ഷൻ എ. ഹലോ ഹലോ. ജിതിൻ, തെറ്റിപ്പോയി ജിതിൻ. കുഴപ്പമില്ല, വീണ്ടും ട്രൈ ചെയ്യും. ഓക്കെ വൈഫ് ഇല്ലേ അപ്പുറത്ത്? ഓക്കെ അപ്പൊ ഇന്ന് വൈഫിനെ കൊണ്ട് വീണ്ടും ട്രൈ ചെയ്യിപ്പിക്കും. ജിതിൻ നാളെ വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, നൈസ് ടോക്കിംഗ് ടു യു. ബൈ ബൈ. താങ്ക് യു. ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ആരാത്? എന്റെ പേര് ആൻലി. ആൻലി. ആൻലി എവിടുന്നാ വിളിക്കുന്നത്? മാനീന്ന്. എവിടാ? അജ്മാൻ. അജുമാൻ. ഓക്കെ ഓക്കെ. നാട്ടിലെവിടെയാ ആൻലി? നാട്ടില് തൃശ്ശൂര്. ആഹാ, തൃശ്ശൂർ. കുറച്ചു മുമ്പ് തൃശ്ശൂർക്കാരെ സംസാരിച്ചേ ഉള്ളൂ. എന്തൊക്കെയുണ്ട് വിശേഷം നാട്ടിലൊക്കെ? നല്ല ചൂടല്ലേ? അതെ അതെ, നല്ല ചൂടാണ് നാട്ടില്. പോകുന്നുണ്ടോ വെക്കേഷന്? ഇല്ല, ഇപ്പൊ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പോയതാ. അപ്പൊ ഇപ്രാവശ്യം ഇല്ല. പ്രാവശ്യം ഇനി ഡിസംബറിലേക്കായിട്ട്. ആ, ഇവിടെ നല്ല കാലാവസ്ഥ വരുമ്പോഴാണോ പോകുന്നേ? നാട്ടിലാണോ ഇപ്രാവശ്യം ക്രിസ്മസ്? കേട്ടില്ല. നാട്ടിലായിരിക്കോ ഇപ്രാവശ്യം ക്രിസ്മസ്? അങ്ങനെ തീരുമാനമായിട്ടില്ല. ഡിസംബറിൽ പോവാന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഇപ്പൊ കൂടെ ആരൊക്കെയുണ്ട്? ഹസ്ബൻഡും മോനും. എത്ര വയസ്സുണ്ട് മോൻക്ക്? മോൻ ചെറുതാ. കുഞ്ഞു വാവയാ? അതെ. ഓക്കെ ഓക്കെ. ആൻറ്റി എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യാണോ? ഞാൻ വർക്ക് ചെയ്യാണ്. എവിടെ? ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. നേഴ്സാണോ? അല്ല, അഡ്മിനിലാണ്. അഡ്മിനിലാണ്. ഹസ്ബൻഡോ? ഹസ്ബൻഡ് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ ഓക്കെ, ഗുഡ്. അപ്പൊ എല്ലാരും നേരത്തെ വീട്ടിലേക്ക് എത്തിന്ന് റിലാക്സ് ഒക്കെ ആയി അല്ലേ? ഡിന്നർ ഒക്കെ കഴിഞ്ഞോ? ഓൾ സെറ്റ്? കഴിഞ്ഞിട്ടില്ല. ഓക്കെ, നോ പ്രോബ്ലം. സമ്മാനൊക്കെ അടിച്ചിട്ടൊന്ന് സന്തോഷത്തോടെ നമുക്ക് ഡിന്നർ കഴിക്കാം. ഓക്കെ, അപ്പൊ അറിയാലോ എങ്ങനെയാ കളിക്കേണ്ടതെന്നല്ലേ? അറിയാം. ഹസ്ബൻഡ് ഉണ്ടോ കൂടെ സപ്പോർട്ട് ചെയ്യാൻ? ഉണ്ട്. അപ്പൊ ഹസ്ബൻഡ് ഓൾ ദ ബെസ്റ്റ്. അപ്പൊ സ്റ്റാർട്ട് പറഞ്ഞോ. സ്റ്റാർട്ട്. ഓക്കെ, എടാ സ്റ്റാർട്ട് പറഞ്ഞടാ. തരുന്നുണ്ട്. സ്റ്റോപ്പ് പറയാൻ മറക്കരുത് കേട്ടോ. സ്റ്റോപ്പ്. ഓക്കെ, GK. ഇന്ന് എന്താണോ GK വല്ല എന്തോ ഒരു കൈവശം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പൊ വരും, ഇപ്പൊ ചോദിക്കും. ഓക്കെ, ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത് ഏത് വർഷമായിരുന്നു? 1960, 1965, 1961. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത്, ജ്ഞാനപീഠം പുരസ്കാരം ഏർപ്പെടുത്തിയത് ഏത് വർഷമാണ് ആയിരുന്നു? 1960, 1965, 1961. 1965. 1965. ഓക്കെ, ചെറുതായിട്ട് തെറ്റിപ്പോയി. 61 ആയിരുന്നു. 61 ആയിരുന്നോ? ആ കുഴപ്പമില്ല. എന്തായാലും വിളിച്ചു, ട്രൈ ചെയ്തു. വെരി ഗുഡ് തിങ്. അപ്പൊ ഇനിയും വിളിക്കുക. ആദ്യമായിട്ടല്ലേ വിളിക്കുന്ന ആൻസി? ആൻലി അല്ലേ? അപ്പൊ ആൻലി ഇനി വീണ്ടും വിളിക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിന്ന് എത്ര വിന്നേഴ്സ് ഉണ്ടായിരുന്നു? 2 അല്ലേ? അപ്പം നമുക്ക് ഒരാൾക്ക് മാത്രമേ നമ്മുടെ ദുബായ് ക്രോക്കഡൈൽ പാർക്കിലുള്ള ഒരു എൻട്രി ടിക്കറ്റ് കൊടുക്കാൻ പറ്റൂ. അപ്പം നിങ്ങൾക്ക് അറിയാലോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മുടെ മാജിക് പോട്ട് എന്ന ഒരു ലക്കി വിന്നറിനെ എടുക്കും. അതിനു മുമ്പ് ചെറിയൊരു ബ്രേക്ക് പോയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതാണ്. സീ യു സൂൺ.
3-in-1. Powered by Time Express Cargo, your perfect cargo partner. Call now 800-2746. Talrope, building a strong ecosystem to empower the nation. Gift sponsored by Dubai Crocodile Park. Book tickets on DubaiCrocodilePark.com. വെൽക്കം ബാക്ക് ടു 3-in-1. അപ്പൊ ഇന്നത്തെ ആ ലക്കി വിന്നർ ദുബായ് ക്രോക്കഡൈൽ പാർക്ക് വഴി മുതല കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന ലക്കി വിന്നർ ആരാന്ന് നോക്കാം. നമ്മുടെ 2 വിന്നേഴ്സിന്റെ പേരാണ് ഇതിലുള്ളത്, മാലിക് ആൻഡ് ഷൈനി. അപ്പൊ ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആരാ എന്ന് നോക്കാം. ഓ മൈ ഗോഡ്, ഞാനൊരു ക്ലൂ വരട്ടെ. മിന്നി, നമ്മുടെ ഷൈനിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പം ഷൈനി ഇവിടെ വന്നിട്ട് നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. 800-825-825 എന്ന നമ്പറിലോട്ട് വിളിക്കുക. ടിക്കറ്റിന്റെ ഡീറ്റെയിൽസ് അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. 2 അഡൾട്ടിന് പോയി കാണാനുള്ള ടിക്കറ്റാണ് ഞങ്ങൾ തരാൻ പോകുന്നത്. അതുപോലെ മാലിക്, ഡോണ്ട് വറി, ഞങ്ങൾക്ക് വേറെ ഇഷ്ടംപോലെ ഗിഫ്റ്റ്സ് ഉണ്ടല്ലോ. നമ്മുടെ മജ്ലിസ് റെസ്റ്റോറന്റ്, ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂൺ, അതുകൂടാതെ നമ്മുടെ ഉജാലയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് വൗച്ചർ. സോ മാലിക്കിന് ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും. ഇന്ന് വിളിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇന്ന് ഒരുപാട് കോളേഴ്സ് ഉണ്ടായിരുന്നു, കുറേ കാലത്തിന് ശേഷം തിരിച്ചു വന്നവർ, അതുപോലെ പുതിയ കോളേഴ്സ്. അപ്പം എല്ലാവരും വീണ്ടും വിളിക്കുക. ഞങ്ങളുടെ 3-in-1 ഇങ്ങനെ വളർന്ന് 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 പന്തലടിക്കട്ടെ. പന്തളം അല്ലേ, അങ്ങനല്ലേ? ഓക്കെ, എന്തോ അത് വലുതായിട്ട് ഒരു ഗ്ലോബൽ ഷോ ആയി മാറട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പം ഇനി അടുത്ത ഷോ ആയിട്ട് കളിക്കളം ആയിട്ട് സനീഷ് പുറത്ത് നിൽക്കുകയാണ്. അപ്പം നമുക്ക് 3-in-1 ആയിട്ട് നാളെ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് എ ഗുഡ് നൈറ്റ് ആൻഡ് എ ഗുഡ് ബൈ ഫ്രം ഷെജി.